ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പം ഞാൻ വണ്ടിപ്പെരിയാർ പോയത്. വണ്ടിപ്പെരിയാറിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ വരുന്നുണ്ട്. ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പം മന്ത്രി വന്നിട്ട് എല്ലായിടത്തും സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാര്യമായിട്ടുണ്ട്. പള്ളിക്കൂടമായിരം പുസ്തകം പദങ്ങളല്ല പഞ്ഞിടങ്ങൾ നിൽക്കണം. പത്തോളം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൺവെൻഷൻ അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ഇലക്ഷനിൽ നിൽക്കുന്ന നമ്മുടെ സഖാവ് സലിംകുമാർ സംസാരിക്കും. അതിനുശേഷം നമ്മുടെ മന്ത്രിയായ സഖാവ് പിണറായി വിജയൻ സംസാരിക്കുകയും ചെയ്തു. ആ വായുസ്വാമിനെ ഏറ്റെടുത്ത് സ്മാരകത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിമാരും 2 മണിക്കൂർ സമയം അവിടെ വന്നു ചേർന്നു. കൃത്യം 8 മണിയായപ്പോൾ സോമചേട്ടനുമായി ഞാൻ തിരിച്ചു വന്നു. പക്ഷെ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചതൊന്നുമല്ല. സഖാവ് വാഴൂർ സോമൻ ആ യോഗത്തിൽ പറഞ്ഞ 2 വാക്കുകളുണ്ട്. അത് ഓർക്കേണ്ടതും മറക്കാൻ കഴിയാത്തതുമായ 2 വാക്കുകളുണ്ട്. ഒന്നാമത് പറഞ്ഞത്, ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം, പീരുമേട്ടിലെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടായി എന്ന് കേൾക്കുവാൻ വേണ്ടി കഴിയുമോ? എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വരുന്ന തലമുറയുടെ കാലത്തെങ്കിലും നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ആ വാക്കുകളുടെ അവസാനമാണ് കുഴഞ്ഞു വീഴുകയും അന്ത്യശ്വാസം ഉണ്ടാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വാഴൂർ സോമൻ ആവശ്യപ്പെട്ട വാക്ക്, ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട കാര്യങ്ങൾ എല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് 1, 2, 3 അടുക്കും ചിട്ടയുമായി യാതൊരു തടസ്സവുമില്ലാതെ നമ്മുടെ ജില്ലയിൽ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരെയും മാറോട് അടച്ചുകൊണ്ട് എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന എല്ലാവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് പറയുവാൻ കഴിയുന്ന മതസൗഹാർദ്ദത്തിന്റെ ഈശ്വരമായി മാറുവാൻ കഴിഞ്ഞിട്ടുള്ള ഈ കേരളത്തെ കേരളമാക്കിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ കേരളത്തെ ചേർത്ത് പിടിക്കുവാനുള്ള അവസരമുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ ജനനായകനായി ജനങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശബ്ദമാണ്. നമ്മളെല്ലാം ആഗ്രഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിണറായിയെ പരാമർശം ചെയ്തുകൊണ്ട് എംഎൽഎയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള സെക്രട്ടറിയുമായിട്ടുള്ള ES ബിജുമോൾ സ്വീകരിക്കുന്നു. എല്ലാവരും ശാന്തമായിട്ടിരിക്കുക.
മുദ്രാവാക്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ശാന്തമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിവിധ തരത്തിലുള്ള കെട്ടിടങ്ങൾ, നാടിന്റെ പൊതുവായ കാര്യങ്ങൾ, ആരാധനാലയങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഇതെല്ലാം തൊഴിലുമായി കണക്കാക്കുകയും അതെല്ലാം ഇപ്പോൾ ക്രമമാക്കി, മാത്രമല്ല അത് ക്രമമാക്കിക്കൊണ്ട് ഭൂമിതരമായി കൊടുക്കും. ഇതാണ് ചട്ടത്തിൽ ഭേദഗതി വരുന്നത്. അതിനുവേണ്ടി ഒരു ഫീസും സർക്കാർ ഈടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ ശാശ്വത പരിഹാരം ആയി എന്നതിൽ ഇടുക്കിയിലുള്ള ജനങ്ങളാകെ നല്ല രീതിയിൽ കാര്യങ്ങൾ എടുത്തിരിക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്തിനാണ് LDF എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെയാണ് LDF എന്ന് മറുപടി നമ്മുടെ അനുഭവത്തിലേക്ക് ഞാൻ പറഞ്ഞ ഇവിടെ കാണേണ്ട ഒരു കാര്യം, 2021 LDF-നെ തുടർഭരണം ജനങ്ങൾ സമ്മതിച്ചു. അങ്ങനെ തുടർഭരണം സമ്മാനിച്ചതിന്റെ ഭാഗമായി എന്താണ് കേരളത്തിൽ ലഭിച്ചത്, അതും നാം ഒന്ന് കണ്ടുപോകേണ്ടതായിരിക്കും. വിവിധ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ 2021 തുടർഭരണം ജനങ്ങൾക്ക് സമ്മാനിച്ചപ്പോൾ അതിന്റെ ഭാഗമായി കേരളം ലോകത്തിന്റെ ശ്രദ്ധയിൽ വൻതോതിൽ ഉയർന്നു. അതിനിടയായിട്ട് 2021 നമ്മുടെ തുടർഭരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ 1 നാം നടത്തിയ പ്രഖ്യാപനം കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി ലോകം ആശയത്തോടെയാണ് ഇന്ത്യയിലൊരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകാൻ. ഇതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ഇന്ത്യ എന്നത് ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് എങ്ങനെ അതിദാരിദ്ര്യമുക്തമായ ഒരു സംസ്ഥാനമാകും? ഇതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യമുക്ത നിലവന്നത്? 64,006 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യ കുടുംബങ്ങൾ. ഒരു ദിവസം പെട്ടെന്ന് അവർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് 64,006 കുടുംബങ്ങളെയും ഓരോ കുടുംബമായി ആ കുടുംബത്തിന്റെ അതിദാരിദ്ര്യാവസ്ഥയിലേക്ക് എത്താനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തി അവ പരിഹരിക്കുന്നത് നടപടികളിലേക്ക്. അങ്ങനെ ഓരോന്നായി അതിദാരിദ്ര്യമുക്തമായി 64,006ാമത്തെ കുടുംബവും അതിദാരിദ്ര്യമുക്തമായപ്പോഴാണ് നവംബർ 1 പ്രഖ്യാപനം നടത്തിയത്. എന്തിന് LDF എന്ന് ചോദിക്കുമ്പോൾ LDF അല്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കുമോ? ഇതൊരു ഞങ്ങൾ പറയുന്ന ഒരു കൊമച്ചല്ലോ, നമ്മുടെ നാടിന്റെ അനുഭവമില്ലേ? ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു കാര്യം ആലോചിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് അതുകൊണ്ട് ആദ്യം ആലോചിച്ചില്ല. കേരളം അതിദാരിദ്ര്യ
മുക്തമായി എന്ന് നവംബർ പ്രഖ്യാപിച്ചല്ലോ. അതിനുശേഷം കേരളക്കാർ ഇങ്ങനെ നേടിയെടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കും തുടങ്ങാം എന്ന് പറഞ്ഞ സംസ്ഥാനം തുടങ്ങുകയും ആലോചിച്ചു. അവിടെയാണ് LDF വേർപെടുത്തുന്നത്. എന്താ LDFിനെ വേർപെടുത്തുന്നത്? ഇപ്പൊ രാജ്യത്തുള്ള BJPയും കോൺഗ്രസും ഒക്കെ സ്വീകരിക്കുന്ന നയങ്ങളുണ്ട്. ഈ രണ്ട് പാർട്ടികളുടെ പേര് ഞാൻ പറയാൻ കാരണം രണ്ടു കൂട്ടമാണല്ലോ രാജ്യം ഭരിച്ചത്. എന്താണ് അവരുടെ നയം? ഇപ്പോ BJP അംഗീകരിച്ച് നടപ്പാക്കുന്നത് ആഗോളവൽക്കരണ ഉദാഹരണത്തിന് നയം. BJP അതിന്റെ തീവ്രതയിൽ നടപ്പാക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെ എല്ലാ സഹായവും ചെയ്യുന്നത്, പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടിരിക്കും. ഇതാണ് സമീപനം. ഇത് BJPയുടെ സംഭാവന മാത്രമല്ലല്ലോ. ആഗോളവൽക്കരണ നയം ആദ്യം അംഗീകരിച്ചത് കോൺഗ്രസ്സാണ്. നരസിംഹറാവുവിന്റെ കാലം. അപ്പൊ രണ്ടു കൂട്ടർക്കും ഒരേ നയമാണ്. രണ്ടു കൂട്ടർക്കും കോർപ്പറേറ്റ് വീഴണം. രണ്ടു കൂട്ടരും പാവപ്പെട്ടവർ കൂടുതൽ പങ്കെടുക്കുന്ന നിലപാടാണ്. ഇതിലൊരു ഉദാഹരണം എടുത്താൽ 2011 മുതൽ 2016 വരെ കേരളത്തിൽ UDF ഗവൺമെന്റ്. ആ കാലത്ത് 5 വർഷം കേരളത്തിൽ 2 ഗവൺമെന്റുകളുണ്ട്. ആദ്യം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, പിന്നീട് നരേന്ദ്രമോദിയുടെ നേതൃത്വം. ഈ 3 ഗവൺമെന്റുകൾ ഒരേ നയമാണ്, ഒരു വ്യത്യാസമില്ല. ആ നയത്തിന്റെ ഭാഗമായാണ് നമ്മൾ നടന്നത്. കേരളം വലിയ തളർച്ചയിലായി, ജനങ്ങളാകെ നിരാശയിലായി. എന്തുകൊണ്ടാണ് LDFന് വേർപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്? UDF LDF എന്ന പേർ വ്യത്യാസമല്ല. LDFന് ബദൽ നയമാണ്, ആഗോളവൽക്കരണ ഉദാഹരണ നയമല്ല, മനുഷ്യപക്ഷത്തിന്റെ നയമാണ്, പാവപ്പെട്ടവരെ ചേർത്തിരിക്കുന്ന നയമാണ്. അതുകൊണ്ടാണ് LDF നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെതിരെ കുറിച്ച് ആലോചിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് കേരളം അതിദാരിദ്ര്യ മുക്തമായത്. അപ്പോ എന്തുകൊണ്ട് LDF എന്ന് ചോദിക്കുന്നവരോട് ജനങ്ങൾ ചോദിക്കുന്നത് ഇതെല്ലാം LDF അല്ലാതെ സാധിക്കുമോ എന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താണ് നമ്മുടെ നാട് നേരത്തെ 2016 മുമ്പൊക്കെ വ്യവസായം കേരളത്തിൽ കൊണ്ടുവരിക എന്നത് എല്ലാ ഗവൺമെന്റുകളും ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ 1957 ആദ്യത്തെ ഗവൺമെന്റ് കേരളത്തിൽ. ആ ഗവൺമെന്റ് തന്നെ ഈ മത്സരത്തിൽ ശ്രമിച്ചു. പിന്നീട് പല ഗവൺമെന്റുകളും ശ്രമിച്ചു. പക്ഷെ നമ്മുടെ നാട് ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തുക എന്നത് ആർക്കും ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നമ്മൾ അത്ര പറയുകയാണ്, കേരളത്തിലാണ് സാധിക്കുന്നില്ല എന്നല്ലേ ആലോചിക്കുന്നത്. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒരു പട്ടികയായി നിരത്തിയാൽ 28ാമത്തെ സ്ഥാനമാണ് കേരളം. പക്ഷേ LDF ആലോചിച്ചല്ലോ എന്തുകൊണ്ട് കേരളത്തിന് 1ാം സ്ഥാനം ലഭിക്കുക. ആരോഗ്യയുടെ ഭാഗമായി അതേ നടപടികളുണ്ട്, ഒട്ടേറെ നടപടികൾ, 7 നിയമം ഭേദഗതി, 10 ചട്ടങ്ങൾ പുതുക്കി,
ഒരുപാട് നടപടികളാണ് എടുത്തത്. നമ്മുടെ സംസ്ഥാനം പൊതുവിൽ വ്യവസായം ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു വ്യവസായ വകുപ്പ് മാത്രമല്ല, എല്ലാവരുടെയും മാനസിക ഘടന അനുകൂലമാണ്. അതിനുള്ള ഇടപെടലുണ്ട്. ഒരു വ്യവസായ സംരംഭകൻ അതിനുവേണ്ടി അപേക്ഷിച്ചാൽ അതിന്റെ അനുമതി ലൈസൻസിനുമൊക്കെ വർഷങ്ങളോളം കാത്തിട്ടുണ്ട്. അവസാനമായി മരമെടുത്ത് അല്ലാത്ത അവസ്ഥയിൽ അതിന് അന്ത്യം കൊടുത്തു. നിയമപ്രകാരം അന്ത്യം കൊടുത്തു. നിശ്ചിത വ്യവസായം തുടങ്ങാനൊരു നിക്ഷേപകൻ എല്ലാ രീതിയിലും തയ്യാറായ എല്ലാം ക്രമത്തിലാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അപ്പം തുടങ്ങാം എന്ന് പറഞ്ഞാൽ ലൈസൻസിനും അനുമതിക്കും കാത്തിട്ടുണ്ട്. ആ ലൈസൻസും അനുമതിയൊക്കെ 3 വർഷം കൊണ്ട് സമ്പാദിച്ചാണ്. ഇതൊക്കെ നിയമപ്രകാരം ഓർക്കുന്നത്. അപ്പോഴേക്ക് 2021 തെരഞ്ഞെടുപ്പ് വന്നു. സാധാരണ നിലവിലുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി പരാജയപ്പെടലാണ് കേരളത്തിന്റെ രീതി. പക്ഷെ ഇവിടെ ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ ഒരു തീരുമാനമെടുത്തു. LDFിനെ തുടർന്ന് ആ തീരുമാനമുണ്ടായ പ്രത്യേകത എന്താ? മുൻകാലങ്ങളിൽ LDF ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടായ പുരോഗതി പിന്നീട് വരുന്ന UDF ഗവൺമെന്റ് തുടർന്നില്ല, വല്ലാതെ പുറകോട്ട് പോയി. ആ നില ആവർത്തിച്ചില്ല. 2021 തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എവിടെയാണോ കേരളം നിന്നത് അവിടുന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നോട്ട് പോയി. ഈ വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ അധിക നടപടികൾ നീക്കി നമ്മുടെ നാട് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. ഒരു വർഷമല്ല, തൊട്ടടുത്ത വർഷമായി. ഇപ്പൊ എന്താ സ്ഥിതി? കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഘം നടന്നു. എത്രയോ വാഗ്ദാനം അറിയോ? 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ്. വെറും വാഗ്ദത്തല്ല, അത് കുറെ പ്രാവർത്തികമാകാൻ പോകുകയാണ്. ദാവോസിലൊരു വാഗ്ദാന സമിതി ഉണ്ടായി. അവിടെ കേരളം പോയി. ഒരുപാട് ലോകത്തിലെ ആൾക്കാർ കേരളത്തെ വന്നു. എന്നിട്ട് 1,18,000 രൂപയുടെ നിക്ഷേപം നമ്മൾക്ക് വാഗ്ദാനം ചെയ്യും. ഇതാണ് മാറ്റം. ഇന്ന് ബഹുരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ തയ്യാറാണ്. റെഡ് കാറ്റഗറി ഒഴികെയുള്ള എല്ലാ വ്യവസായങ്ങളെയും നാം പ്രോത്സാഹിപ്പിക്കും. പരിസ്ഥിതിക്ക് ഓട്ടം വരാൻ പാടില്ല. അത് മാത്രമേ നമുക്ക് നോക്കുന്നുള്ളൂ. നല്ല സ്വീകാര്യത കേരളത്തിൽ വന്നിരിക്കുന്നു. ചിലര് നിക്ഷേപം നടത്താൻ ഏറ്റവും വലിയ സ്ഥലം കേരളമാണ് എന്ന് കരുതുന്നു. കാരണം ഇതുപോലെ ഭദ്രമായ ഒരു സ്ഥലമില്ല, സുരക്ഷിതമായ സ്ഥലമില്ല, വർഗീയ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു സ്ഥലം അതാണ് കേരളം. നിക്ഷേപം തന്നെ അത് പറയുന്നു. ഞങ്ങളുടെ നിക്ഷേപം ഇവിടെ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ട് LDF ചോദിക്കുന്നവരോട് ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. ഇതൊക്കെ LDFിന് മാത്രമേ സാധിക്കൂ, LDFിനെ കഴിയൂ. നാം ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളിൽ വലിയ പ്രയാസം നമുക്കുണ്ടായി. 2018 മഹാപ്രളയം, ആ മഹാപ്രളയം നമ്മുടെ സംസ്ഥാനത്തെ തകർത്തെറിയുകയും തകർക്കാൻ ഉതകുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അക്ഷരം സംസാരിക്കാൻ തയ്യാറായില്ല.
BJPക്ക് കേരളത്തിലുള്ള വിരോധത്തിന്റെ കാരണം മനസ്സിലായി. ഇവർക്ക് എന്താണ് വിരോധം? UDF എന്താണ് വിരോധം? ഫലത്തിൽ കേരളത്തിൽ BJPയുടെ സമീപനത്തോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. പാർലമെന്റിൽ സംസാരിച്ച എംപിമാര് കേരളത്തെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത്. കേരളത്തെ കുറ്റപ്പെടുത്തുമ്പോൾ കേരളത്തെ പരോക്ഷമായി ചിന്താകരാണ്, ചില ഘട്ടത്തിൽ പരസ്യമായി ചിന്താകരാണ്. എന്താ കാര്യം? LDFിനോട് വിരോധം. അത് നാടിനോടും ജനങ്ങളോടും ഉള്ള വിരോധമായി മാറുന്നു. അതിന്റെ ഫലമായി ഇത് രക്ഷപ്പെടേണ്ട, തകർന്നുപോട്ടെ എന്ന് ചിന്തിക്കുന്നു. ഈ രണ്ടു കൂട്ടരും അങ്ങനെ ചിന്തിച്ചു. നമ്മൾ തകർന്നോ? നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ലല്ലോ. ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഈ ഘട്ടം തലയിൽ കൈവച്ച് നിലവിളിക്കേണ്ട ഘട്ടമല്ല. ഈ ഘട്ടം എങ്ങനെ അതിജീവിച്ചു വരുമെന്ന് ആലോചിക്കേണ്ട ഘട്ടമാണ്. ആ അതിജീവനം നാം നടത്തി. ലോകവും രാജ്യവും അത്ഭുതത്തോടെ നോക്കിക്കണ്ടു എങ്ങനെ ഈ നാട് ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ അതിജീവനം നടത്തി. നമുക്കതിന് ആശ്ചര്യമില്ല. കാരണം നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കുന്നത് നമുക്ക് കഴിയുന്നത്. എല്ലാ കാര്യത്തിലും ഈ 10 വർഷം നാടും ജനങ്ങളും LDF എന്ന നിലയ്ക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കാനായത്. ആ അനുഭവമാണ് ജനങ്ങൾക്കുള്ളത്. ആ അനുഭവമുള്ള ജനങ്ങളുടെ മുന്നിലാണ് ഇവിടെ അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി സഖാവ് സലീം കുമാർ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. LDFിന്റെ സ്ഥാനാർത്ഥി സലീം കുമാറിനെ ഇടുക്കിയിൽ പൊതുവെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, നിങ്ങളെയും പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ നിയമസഭയിലേക്ക് നല്ല ഭൂരിപക്ഷത്തോടെ സഖാവ് സലീം കുമാറിനെ അരിവാൾക്കൽ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. നമ്മുടെ അഖില് തയ്യാറാക്കിയ ഒരു പെൻസിൽ ഡ്രോയിങ് ഉണ്ട്. അഖിൽ ജോസഫിന്റെ പെൻസിൽ ഡ്രോയിങ് സീനിൽ കൊടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അഖില് സീനോട് ഏറ്റുവാങ്ങുന്നത്. നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ അബ്ദുൾ റഹ്മാൻ തയ്യാറാക്കിയ ഒരു ബൊക്കയുണ്ട്. അബ്ദുൾ റഹ്മാന് ബൊക്ക നൽകുന്നതിന് വേണ്ടി അബ്ദുൾ റഹ്മാനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് PK അബ്രഹാം പരിവാദക്കൻ എന്ന പുസ്തകം അതിന്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട PK അബ്രഹാമിനെ അത് നൽകുന്നതിന് മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്ന അബ്രഹാം വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് PK അബ്രഹാം നമ്മുടെ ഒരു കൊച്ചു കുട്ടിയായി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നല്ല കയ്യടിയോടുകൂടി പ്രിയപ്പെട്ട സലീം കുമാറിനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അടയാളമായ നിർവാചനത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അഭിപ്രായത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ജോയ്സ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം
മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ ഈ നാട് ഇതുപോലെ മുന്നോട്ട് പോകാം ജനക്ഷേമ പദ്ധതികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഇടതുപക്ഷ നമ്മുടെ പ്രിയപ്പെട്ട സ്വാതന്ത്ര്യമുണ്ടായാലും അവരുടെ പ്രതിസന്ധികളെ ചേർത്ത് പിടിച്ച ഗവൺമെന്റാണ് നശിച്ചുപോയി ഇടുക്കിയെ തിരിച്ചുപിടിക്കാൻ സഹായിച്ച ഗവൺമെന്റാണ് നമ്മളുള്ളത്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റാണ് നമ്മളുള്ളത്. ആ ഗവൺമെന്റ് തുടരേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് മൂന്നാം തവണയും തുടരേണ്ടതിന് വേണ്ടി പ്രിയപ്പെട്ട സലീംകുമാറും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അടിവാൾ വെന്തത് അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെട്ട് വിജയിപ്പിക്കുന്നതെന്ന് വിനയപരസ്പരം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട സ്ഥാനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം.